ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ സിസിടിവികൾ വിച്ഛേദിച്ച രണ്ടുപേർ അറസ്റ്റിൽ. RCB മത്സരത്തിനിടെ 200-ലധികം സിസിടിവി ക്യാമറകളാണ് പ്രതികൾ വിച്ഛേദിച്ചത്. കമ്പനി ശമ്പളം തടഞ്ഞുവെച്ചതിലുള്ള ദേഷ്യം മൂലമാണ് സിസിടിവികൾ കട്ട് ചെയ്തതെന്ന് പ്രതികൾ മൊഴി നൽകി. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് സജു ചാമക്കാലയിലാണ്. സജു, ഈ കഴിഞ്ഞ ദിവസമാണ് കൗതുകവും വിചിത്രവുമായ ഒരു സമരം ചൈനയിൽ നിന്ന് നമ്മൾ കേട്ടത്. ഈ ശമ്പളം കൂട്ടിക്കൊടുക്കാത്തതിന് 8 മണിക്കൂർ ജോലി സമയത്തിൽ 5 മണിക്കൂർ ഉറങ്ങി ഒരു ജീവനക്കാർ പ്രതിഷേധിച്ചു എന്ന വാർത്തയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ശമ്പളം തടഞ്ഞു വെച്ചത് കൊണ്ടുള്ള ദേഷ്യം മൂലമാണോ ഈ CCTVകൾ കട്ട് ചെയ്തത്, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അതിൽ? ക്രിസ്ത്യനായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്ന തങ്ങളുടെ ശമ്പളം തടഞ്ഞു വെച്ചതിനാലാണ് ഇത്തരത്തിൽ CCTVകൾ കട്ട് ചെയ്തതെന്നാണ്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ CCTVകൾ, അതായത് 200-ലധികം CCTVകളായിരുന്നു കഴിഞ്ഞ 24-ാം തീയതി RCBയുടെ മാച്ചിൽ നിന്ന് കട്ട് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. പ്രത്യേകിച്ച് മത്സരം തുടങ്ങുന്നതിന് 4 മണിക്കൂർ മുൻപായി ഏകദേശം 1 മണിക്കൂറോളമായി സ്റ്റേഡിയത്തിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. അതേ തുടർന്ന് പോലീസ് എത്തി വലിയ രീതിയിലുള്ള ആശങ്ക പടർന്നിരുന്നു. അതേ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണത്തിലാണ് പ്രതികൾ CCTVകൾ കട്ട് ചെയ്തെന്ന് മനസ്സിലായത്. IVF ഡിജിറ്റൽ സൊല്യൂഷന്റെ ജീവനക്കാരായ ചിത്രദുർഗ സ്വദേശി മഞ്ജുനാഥും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സ്വദേശി അബ്ദുൽ കലാം എന്നിവരാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഏപ്രിൽ 24-ന് RCBയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കമ്പനി ശമ്പളം തടഞ്ഞു വെച്ചതുള്ള ദേഷ്യം മൂലമാണ് CCTVകൾ കട്ട് ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും 200-ലധികം CCTVകൾ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രവർത്തനരഹിതമായത് വലിയ ആശങ്ക പടരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തി. പക്ഷേ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇന്നാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.